പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനിനെയും ഇസ്ലാമിനെയും നമ്മുടെ തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ച് ഫിത്ന എന്ന സിനിമ ഇറക്കിയ ഡച്ച് പൊളിറ്റീഷ്യനായ അർണോൾഡ് വാൻഡോണിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതായത് അദ്ദേഹം സാധാരണ സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച വിവരം വെച്ച്, അതുപോലെ പരിശുദ്ധ ദീനിൻ്റെ ശത്രുക്കളിൽ നിന്നും ലഭിച്ച വിവരം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഇസ്ലാമിനെതിരെ ഇറക്കുകയുണ്ടായി. അത് വിവാദമായി, ആളുകൾ ശക്തമായി പ്രതികരിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികളോടുകൂടെ നിങ്ങൾ പ്രവാചകനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു, നിങ്ങളത് ചെയ്യാത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നെതർലൻഡ്സിലെ ഹോഗിലെ മസ്ജിദ് സുന്നയിലെ അബു ഇസ്മായിൽ എന്ന ഇമാമിനെയാണ് അദ്ദേഹം ചെന്ന് കാണാൻ ചെല്ലുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം അത് വല്ലാത്തൊരു അനുഭൂതിയുള്ളതായിരുന്നു. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം മറ്റുള്ളവർ വരുമ്പോൾ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ അങ്ങേതലയിൽ എല്ലാം നല്ല ഭക്ഷണവും നല്ല സൽക്കാരവും ഒക്കെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട അബു ഇസ്മായിൽ ഈ ഡച്ച് പൊളിറ്റീഷ്യനായിരുന്ന അർണോൾഡ് വാൻഡോണിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴേന്നെ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് നിസ്കരിക്കുന്ന രംഗങ്ങൾക്ക് അദ്ദേഹം കാണുകയാണ്. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിശുദ്ധ ഖുർആന്റെ ട്രാൻസ്ലേഷൻ കോപ്പിയും അതോടൊപ്പം മാർട്ടിൻ ലിങ്സിന്റെ മുഹമ്മദ് എന്ന പുസ്തകവും അദ്ദേഹം കൊടുത്തു. പിന്നീട് അത് വായിച്ചുകൊണ്ട് 2 മാസങ്ങൾക്കിപ്പുറം ഇതേ അബു ഇസ്മായിലിനെ കാണാൻ വേണ്ടി അർണോൾഡ് വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തന്ന മുഹമ്മദാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ്, ഞാൻ അവരെ വിശ്വസിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മതത്തിൽ ചേരുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ വലിയ ശത്രുവായിരുന്ന ഒരാൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മിത്രമായി മാറുകയാണ്. തീർന്നില്ല. എന്നിട്ട് പിന്നീട് അദ്ദേഹം ഉംറക്ക് പോകുന്നുണ്ട്. ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മദീന സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉംറയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു മക്കയിൽ വെച്ച്. പിന്നീട് മദീനയിലേക്ക് ചെന്നപ്പോൾ ഞാൻ വല്ലാതെയായി, എൻ്റെ മനസ്സ് വിങ്ങിപ്പെട്ടുകയായിരുന്നു. കാരണം ലോകത്ത് ഇത്രത്തോളം വലിയ, ഇത്രത്തോളം പരിശുദ്ധനായ, വെറും 23 വർഷം കൊണ്ട് ഒരു ജനതയെ മുഴുവനും മാറ്റിമറിക്കാനുള്ള കെൽപ്പുള്ള ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ചായിരുന്നല്ലോ ഞാൻ മോശമായ പലതും പറഞ്ഞു പരത്തിയിരുന്നത്. എന്നാൽ അവരെ ശരിക്കും അടുത്തറിഞ്ഞപ്പോൾ, ഇത്രത്തോളം നല്ല ഒരാൾ ലോകത്തില്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ, ആ ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. മദീനയുടെ മണ്ണിലൂടെ ഞാൻ നടന്നത് മുഴുവനും കരഞ്ഞുകൊണ്ടായിരുന്നു. മദീനയുടെ മണ്ണിലൂടെ ഞാൻ നടന്ന് എൻ്റെ ഹബീബിൻ്റെ ചാരത്തെത്തിയപ്പോൾ ഞാൻ ശരിക്കും വിങ്ങിപ്പൊട്ടി അവിടെ ഇരുന്നു പോയി. അവരോട് ഞാൻ സംസാരിച്ചു. അവരെനിക്ക് മാപ്പ് തരും. അവരെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്നത് ആ ഒരേ ഒരു മനുഷ്യനെയാണ്. അതെൻ്റെ പ്രവാചകരാണ്, അതെൻ്റെ ഹബീബാണ്. ഇനി അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുക എന്നൊക്കെ അദ്ദേഹം വാത്തോരാതെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ അബു ഇസ്മായിൽ ചെയ്തത് തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ അതിഥിയെ സൽക്കരിച്ചു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അതിൻ്റെ കാരണമായി ആ മനുഷ്യൻ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഇസ്ലാമിനെ വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ വക്രീകരണം നടത്താൻ വേണ്ടി നന്നായി പരിശ്രമിച്ചിരുന്ന, അതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാൾ എത്ര പെട്ടെന്നാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറിയത്? അത്ഭുതമല്ലേ? ഇതാണ് തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, അവരുടെ അഹ്ബാബുകളിൽ അന മുഷ്താഖുൻ ഇല ഇഖ്വാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഖ്വാന്, എൻ്റെ അഹ്ബാബിനെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ വരാനുണ്ട്, അവരാണ് എൻ്റെ അഹ്ബാബ് എന്ന് ത്വഹാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.